ഞാനൊരു പിഴപ്പ് പറ്റവനാണല്ലേ? തന്തയില്ലാത്തവൻ കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ നാണം കെട്ട തെറ്റ് ഭ്രൂണഹത്യ തീർക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ പിറന്ന് വീണപ്പോ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നില്ലേ? നദിയിൽ ഒഴുക്കുകയോ തീവണ്ടിപ്പാളത്തിൽ ഉപേക്ഷിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? മഹാമനസ്കത, മനുഷ്യത്വം. ഭിക്ഷ കിട്ടിയതാണെന്നറിയാത്ത പൈതൃകത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഞാൻ വിഡ്ഢിയായി. ദാനം കൊടുത്ത് മാത്രം ശീലിച്ചവന് ഈ ജന്മം പോലും ഒരാളിന്റെ ദയായിരുന്നു എന്നറിയുമ്പോ ഇതെന്റെ മരണമാണ്. മംഗലശ്ശേരി നീലകണ്ഠന്റെ മരണം. ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാൻ എടുത്തു പറഞ്ഞൊരു പേര്, എന്റെ അച്ഛന്റെ പേര്, എന്റെ നാവിന്റെ തുമ്പിലിരുന്ന് പൊള്ളുകയാണ്. ആദ്യമായി ഞാൻ വെറുക്കുകയാണ്. എനിക്ക് 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 വെറുപ്പാണ്. ഇതെന്താ പറ്റിയേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ല. എന്നെ ഒന്ന് വഴക്ക് പറയെങ്കിലും ചെയ്യ്. വരേ. ആരാത്? ഓഹോ, അതാ അപ്പൊ നന്നായത്. എന്ത് പറ്റി നീല? താൻ ചോദിച്ചതിന് ഉത്തരം പറയും. ആരാത്? ഇതെന്താ എന്റെ നീല? അച്ഛന്റെ പടം നോക്കിയിട്ട് ആരാണ് ചോദിച്ച? അച്ഛൻ. അമ്മ മക്കളോട് ആരെ ചൂണ്ടി അച്ഛനെന്ന് പറയുന്നോ അവരാണ് മക്കൾക്ക് അച്ഛൻ. അപ്പൊ ആരല്ലെന്ന് പറയുമ്പോ ആരാണെന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയണം. എനിക്കതറിയണം. അറിഞ്ഞേ പറ്റൂ. എന്താ നീല അത്? എന്താ പറയണേന്ന് ഓർമ്മയുണ്ടോ? അതെ വനിതേ, ഞാൻ പിഴച്ചു പറ്റാണ്. പുറം ലോകത്തിന്റെ മുന്നിൽ എന്റെ അമ്മയുടെ മാനം കാത്ത വലിയ മനുഷ്യനെ കണ്ടില്ലേ? പോവാ. പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് ബാക്കി കൂടി കേൾക്കണം. അമ്മയുടെ വായിൽ നിന്നറിയണം ആരാണ്. ദിവ്യഗർഭം സമ്മാനിച്ച മഹാത്മാവ് ആരെന്നറിയണം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെന്ന് കാണണം. അല്ല, മരിച്ചു പോയെങ്കിൽ തർപ്പണം നടത്തണം. ഒന്നും മുഴുമിപ്പിക്കാതെ പോയി അല്ലേ വരുതേ? വെളുപ്പിന് ഒരു 4 മണിയോട് അടുപ്പിച്ചായിരിക്കും വേദന വന്നത്. കടിച്ചമർത്തി കിടന്നു എന്നാ തോന്നുന്നത്. കയ്യെത്താവുന്നിടത്ത് വെച്ചിരുന്ന വേദനയുടെ ഗുളിക തൊട്ടിട്ടില്ല. മരിക്കാൻ തീരുമാനിച്ചതുപോലെ. അല്ല, നീലകണ്ഠൻ ഇങ്ങനെ നിന്നാലോ? പോയി കുളിച്ചിട്ട് വരിക. ചടങ്ങുകൾ തുടങ്ങാൻ നേരായി. ഓപ്പോൾക്ക് കൊള്ളി വെക്കണ ഏട്ടന്റെ മകൻ ഹരീഷ്ണ, മനസ്സിലായോ? അല്ല തമ്പ്ര, മോനുള്ളപ്പോ പറയണ അങ്ങനെ മനസ്സിലാക്ക. അല്ല, ഈ കാര്യത്തിൽ വാശി പിടിക്കരുത്. ഒരു മകന്റെ അവകാശം ഇത്. മകനോ? ഞങ്ങൾ അങ്ങനെ കൂട്ടിയിട്ടില്ലെങ്കിലോ? വല്യമ്പരാൻ പറയണം, നീലാണ്ടനുള്ളപ്പോ മാറ്റി നിർത്തി കർമ്മം നടത്തണത്. തന്നെ ഇപ്പൊ ഉപദേശം തരാൻ ആരും ക്ഷണിച്ചിട്ടില്ല. മുടിക്കാൻ പറഞ്ഞ സന്തതിയെ കുറിച്ച് ഓർത്ത് നെഞ്ചു പൊട്ടിയാ ആ പാവം മരിച്ചത്. അവൻ കൊള്ളി വെച്ച് അശുദ്ധമാക്കിയ അതിന് പരലോകത്തും മോശം കിട്ടില്ല. വരേ, വരൂ.
അറിയാനുള്ള അവകാശം കുഞ്ഞിനുണ്ട്. പക്ഷേ എന്റെ ധർമ്മം കൊല്ലങ്ങളായി കോലത്തെ ഉപ്പും ചോറും തിന്നണു. കണ്ടതും കേട്ടതും എല്ലാം ഉള്ളിൽ മൂടി വെക്കുക. എനിക്കറിയാവുന്നതൊക്കെ എന്നോടുകൂടി മണ്ണടിഞ്ഞോട്ടെ. എന്നെ നിർബന്ധിക്കരുത്. പക്ഷേ ഒന്ന് കുഞ്ഞു മനസ്സിലായിക്കൊള്ളൂ, എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു. രാജരക്തം തന്നെയാണ് ഈ ദേഹത്തോട് ഒഴുകുന്നത്. കാരണവന്മാരുടെ പിടിവാശിയും മത്സരവും അതുകൊണ്ട് നടക്കാതെ പോയി. ഇനിയിപ്പോ എഴുത്തച്ഛൻ എന്താ പറയേണ്ടത്? അദ്ദേഹം പോയിടത്തേക്ക് കുറെ വൈകി. ഇപ്പൊ അമ്മയും പോയി. പ്രാർത്ഥിക്കുക ആത്മശാന്തിക്ക് വേണ്ടി. ഒരിക്കലും വെറുക്കരുത്. ആകെ കണ്ടു കിട്ടിയ കുഞ്ഞായിട്ട് അമ്മ കണ്ടിരുന്നു എന്നുള്ള വിചാരം വേണ്ട. കുഞ്ഞായിട്ട് തന്നെ കരുതിയിട്ടുള്ളൂ. ഇതല്ലേ മംഗലശ്ശേരി വീട്? അതെ. ആരാ? ഞാൻ മദ്രാസിൽ നിന്ന് വരിക. എന്ത് വേണം? നിങ്ങളൊന്നും വേണ്ട, അപ്പുമാമയൊന്ന് വിളിക്കൂ. വരേ. അയാളാരാ? എനിക്ക് അപ്പുമാമയെ മാമ്പറ്റ അപ്പുക്കുട്ടി നായർ മൂപ്പരയാണുള്ളത്. ആരാത്? ഒരു പിടിയില്ല. അപ്പുമാഷെ കാണാൻ തോന്നുന്നു. എവിടെന്നാ? മദ്രാസ്നാ. എന്റെ അമ്മയുടെ അണ്ണാത അപ്പുമാഷ്. ഓ, മരിച്ചുപോയ കുട്ടിമാളുവിന്റെ മോൻ. പണ്ട് മദ്രാസിലേക്ക് നീ നാട് വിട്ട്. നാട് വിട്ടതല്ല, നാട്ടിൽ നിന്ന് കുറച്ചുകാലം മാറിയുന്നതാ. നീ അങ്ങ് ചീർത്തല്ലോ. ഞാൻ കാണുന്ന കാലത്ത് നീ കോല് പോലെ ഇരുന്നതല്ലേ. ചെല്ല്, ആ പത്തായപ്പുരയിലാ മാഷ് താമസം. മറന്നിട്ടില്ല അപ്പുമാമേ, അച്ഛനൊന്നും മറന്നിട്ടില്ല. ഒരു ടീക്കടയിൽ ജോലിക്ക് നിന്ന് തുടങ്ങിയതാ. ഇപ്പോ ഹോട്ടൽ 4 കൂടാതെ ഒരു ലോഡ്ജും ഒരു ബ്രാൻഡി കടയും. എന്തായാലും താൻ കേവനായല്ലോ, അത് മതിയടോ. നെല്ലിപ്പോയിലെ തറവാട് ചാത്തുക്കുട്ടി മാമയുടെ മുകളിൽ നിന്ന് ഞാൻ മേടിച്ചു. അതിന്റെ കാര്യങ്ങൾ വ്യവസ്ഥയാക്കിട്ടാ ഞാൻ പറഞ്ഞത്. ആ, ഇത് ഭാനു അല്ലേ? പിന്നല്ലാതെ. ശാരദ അങ്ങ് പെരിയ പൊണ്ണാച്ചേ. ഭാനുവിന്റെ നൃത്തവും പാട്ടൊക്കെ ഇപ്പോഴും ഉണ്ടോ? പാട്ടില്ല, നൃത്തം. അമ്മിണി അമ്മായിയുടെ മുറിച്ച മുറി. അപ്പോ നെല്ലിപ്പോയിലെ വീട്ടിൽ താൻ താമസമാക്കാൻ പോവാ? എങ്ങനെ പറ്റും? മദ്രാസിൽ ഇക്കൊണ്ട് ബിസിനസ് ഒക്കെ നിർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരികയെ. ഭാനു നിൽക്കൂ. ഇനി പറയാൻ പോണ കാര്യങ്ങള് ഭാനു കൂടി കേൾക്കണം. നെല്ലിപ്പോയിലെ വീട്ടില് ആരെങ്കിലും താമസിച്ചേ പറ്റൂ. ഞാൻ നോക്കിയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അപ്പുമാവും കുട്ടികളും കൂടി അങ്ങോട്ട് മാറും. അന്യരുടെ പത്തായപ്പുരയില് ഇത് എത്ര നാളെന്ന് വെച്ചിട്ടാ കഴിയാ? അപ്പുമാമയ്ക്ക് വെറുതെ ഇരിക്കാണ്ട് അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്താലോ. എന്തേ? എന്താ ഭാനു, ആരും ഒന്നും മിണ്ടാത്തെ? എന്നെ അന്യനായിട്ട് കാണാ? ഏയ്, അങ്ങനെ പറയല്ലേ അച്യുതാ. കുട്ടിമാളും എന്റെ സ്വന്തം പെങ്ങളല്ലേ. ആ പെങ്ങളുടെ സ്വന്തം മകനല്ലേ വിളിക്കുന്നേ. എന്താ ഭാനു? എന്നാൽ ഞങ്ങൾ ഇറങ്ങായി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാൻ മടിക്കരുത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി അതിന്റെ ആവശ്യമില്ല മിസ്റ്റർ. ഇനി ഇവർക്ക് ഞാനുണ്ട്. പക്ഷേ സെന്റ് ഉദവികൾക്ക് നന്ദിയുണ്ട്. ആ, മദ്രാസിൽ വരുമ്പോ കോണ്ടാക്ട് ചെയ്യൂ. സെയ്താപ്പേട്ടിലെ നായരുടെ ഹോട്ടൽ. ആരോട് വെച്ചാലും മതി. എന്നാ വൈകണ്ട മാഷേ. വരേ. പോയി വരൂ. ചെല്ല് മോളെ. ഞാൻ ആലോചിക്കുക ഓരോ മാറ്റങ്ങള്. നീലൻ സർക്കിട്ടും നായാട്ടും നിർത്തിയപ്പോ ഒരുത്തനെയും ഇങ്ങോട്ട് കാണാനില്ലാന്നായി. ഇനി കൂടെ നിന്നിട്ട് കാര്യമില്ലാന്ന് അവറ്റയ്ക്കൊക്കെ ബോധ്യായി. ഇപ്പൊ അപ്പുമാഷും കുട്ടികളും കൂടി പോയപ്പോ എന്തോ നമ്മൾ രണ്ടുപേരും തീരെ ഒറ്റയ്ക്കാണെന്ന് ബോധ്യാവുക. പണ്ടേ അറിയണമായിരുന്നു അത്. ഞാൻ CS എഴുതുകയായിരുന്നു ഡൽഹിയിലുള്ള. വരേ. കുറച്ചു ദിവസമായിട്ട് ഞാൻ ചിന്തിക്കുക, നമുക്കൊരു യാത്ര പോവാം.
നല്ല കാര്യം. ഒന്ന് മാറി നിൽക്കണത് നല്ലതാ. എങ്ങടാ ഉദ്ദേശം? ഹരിദ്വാർ, ഋഷികേശ്, കേദാരം, ബദരി. എന്താ, ഡൽഹി ചെന്നിട്ട് CS പ്രോഗ്രാം പോലെ ഫ്രീ ആണെങ്കിൽ അയലാൻ കൂട്ടാം. എന്നാൽ അതിനുള്ള ഏർപ്പാടുകൾ ഉടനെ നോക്കിക്കോളൂ. ഉടന്ന് പറഞ്ഞ ഇവിടത്തെ കാര്യങ്ങളൊന്ന് വ്യവസ്ഥയാക്കാണ്ട് എനിക്ക് വരാൻ കഴിയോ? ഇവിടുത്തെ കാര്യങ്ങള് വീട് പൂട്ടി താക്കോല് കുഞ്ഞമ്പ് നരയിപ്പിക്കുന്നു. എന്നിട്ട് നാളെ തന്നെ വിടുക. അല്ല, നീലന്റെ ഏർപ്പാടെന്ന് പറയുമ്പോ രണ്ടും കൽപ്പിച്ചായിരിക്കുമല്ലോ. അതിനാടോ ത്രില്ല്. മുൻകൂട്ടി നിശ്ചയിക്കാത്ത യാത്ര. കാശിയിൽ നിന്ന് തുടങ്ങാം. പിന്നിട്ട വഴികൾ, അഴുക്ക് ചാലുകൾ, ചെയ്തു പോയ തെറ്റുകൾ, ഭൂതകാലത്തിന് മുഴുവൻ ബലിയിട്ട് പ്രായച്ചിത്തം നടത്തിയ ഒരു യാത്ര. നീലകണ്ഠൻ? അതെ, കയറിയിരിക്കാം. വേണ്ട, ഞാൻ പണിക്കർ, ഡൽഹിയിലാണ്. അടുത്തടുത്ത് വന്നായിരുന്നു. തിരിച്ചു പോകും മുമ്പ് നിങ്ങളെ കാണുന്ന ഒരു അത്യാവശ്യമാണെന്ന് തോന്നി. എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. എന്നെ മനസ്സിലായില്ലെങ്കിലും മൈലുകൾക്കപ്പുറത്തുനിന്ന് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് ഒരാളിനെ കാണാനാണ്. ഭാനുമതി അറിയാമായിരിക്കുമല്ലേ? ഉവ്വ്, അപ്പുമാഷ്ട മോള്. ഇന്ന് അവൾ നിങ്ങൾക്ക് അപ്പുമാഷയുടെ മോള് മാത്രമാണ്. നാളെ നിങ്ങൾ അറിയപ്പെടേണ്ടത് ആ കുട്ടിയുടെ നാട്ടുകാരൻ എന്ന നിലയ്ക്കാവും. ഉവ്വ്, മിടുക്കിയാണ്. ഞാൻ നൃത്തം കണ്ടു. കണ്ടുവെന്നല്ല, ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി നൃത്തം ചെയ്യിച്ചു. എന്നിട്ട് അവളുടെ ചിലങ്ക കഴിപ്പിച്ചു. വീരകൃത്യം അല്ലേ? ഹേ മിസ്റ്റർ, നിങ്ങളുമായിട്ടുണ്ടായ ഒരു ഈഗോ പ്രോബ്ലത്തിൽ വരദാനം പോലെ കിട്ടിയ ഒരു സർഗാത്മക സിദ്ധി ഭാനുമതി ഉപേക്ഷിച്ചിരിക്കുക. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ മുഖഛായ മാറ്റാൻ പോകുന്ന ടാലൻസിന്റെ ഉടമയാണ് ആ കുട്ടി. എല്ലാം തൊലച്ചു. നിങ്ങളെപ്പോലൊരു ഫ്യൂഡൽ തെമ്മാടിയുമായി ഉണ്ടായ ഒരു ഇഷ്യൂവിന്റെ പേരിൽ നിങ്ങൾക്ക് അവളുടെ കാലിൽ വീണ് മാപ്പ് പറയാം. എന്നിട്ടെങ്കിലും നൃത്തത്തിന്റെ ലോകത്തിലേക്ക് അവളെ തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു സൽക്കർമ്മമായിരിക്കും, വലിയ പുണ്യം. ഇത്രയെങ്കിലും നിങ്ങളെ കണ്ട് പറഞ്ഞില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോ എനിക്ക് മനസമാധാനം കിട്ടില്ല. ഞാൻ ഇറങ്ങും. ഇത് അപേക്ഷയാണ്. ദുരഭിമാനം മാറ്റിവെച്ച് കഴിയാവുന്നത് അവളുടെ ഭാവിക്ക് വേണ്ടി ചെയ്യണം. എന്താ അയാൾ ഉപയോഗിച്ച പ്രയോഗം? ഫ്യൂഡൽ തെമ്മാടി. കൊള്ളാം.